ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ബാൻഡേജിങ് ആണ്. നമ്മുടെ ബാൻഡേജിങ്ങിൽ പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓരോ പ്രിൻസിപ്പിൾസും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പ്രിൻസിപ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, പൊസിഷൻ ഓഫ് ദി പേഷ്യൻറ്റ്. സെക്കൻഡ് വൺ, സ്റ്റാർട്ട് ഫ്രം ഡിസ്റ്റൽ ടു പ്രോക്സിമൽ. തേർഡ് വൺ, സ്റ്റാർട്ട് ഫ്രം ഇന്നർ ആസ്പെക്ട് ടു ഔട്ടർ ആസ്പെക്ട്. ദെൻ ഫോർത്ത് വൺ, ഹെഡ് ഓഫ് ദ ബാൻഡേജ് ഷുഡ് ബി ഹെൽഡ് ഇൻ ഡോമിനന്റ് ഹാൻഡ് ആൻഡ് ടെയിൽ ഷുഡ് ബി ഹെൽഡ് വിത്ത് ഇൻ നോൺ ഡോമിനന്റ് ഹാൻഡ്. Fifth principle, the bandage should be extended about 2 inches above and 2 inches below the affected area. Okay. Next principle, the bandage should be started with 2 circular turns to secure the bandage in place, and each turns of the bandage should be covered 2/3 of the previous turn. Then apply even pressure. Okay. അപ്പോൾ നമുക്ക് ഓരോ പ്രിൻസിപ്പിൾസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം പൊസിഷൻ ഓഫ് ദി പേഷ്യൻറ്റ്, നമ്മൾ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യാം. ദെൻ ഡിസ്റ്റൽ ടു പ്രോക്സിമൽ. ഓക്കെ, ഡിസ്റ്റൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പ്രോക്സിമൽ എന്ന് പറയുന്നത് ഈ പോർഷൻ അല്ലെ. ഡിസ്റ്റൽ ടു പ്രോക്സിമലിലാണ് നമ്മൾ ബാൻഡേജ് അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഹെഡ് ഓഫ് ദ ബാൻഡേജ് എന്ന് പറയുന്നത് ഈ ഒരു റോളർ പാർട്ടാണ്. ദെൻ ടെയിൽ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ ഇന്ന ആസ്പെക്ട് ഇതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ബാൻഡേജ് ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത്. ഫോർത്ത് പ്രിൻസിപ്പിൾ പ്രകാരം ഹെഡ് ഓഫ് ദ ബാൻഡേജ് ഡോമിനന്റ് ഹാൻഡിലും ടെയിൽ ഓഫ് ദ ബാൻഡേജ് നോൺ ഡോമിനന്റ് ഹാൻഡിലും ആക്കിയിട്ട് നമ്മൾ പിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഇഞ്ചുറി പാർട്ടിൻ്റെ 2 സെൻറ്റിമീറ്റർ എബവ് ആൻഡ് 2 സെൻറ്റിമീറ്റർ ബിലോ, അക്കോർഡിംഗ് ടു ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ 2 സെൻറ്റിമീറ്റർ എബവ് ആൻഡ് ബിലോ ആയിട്ട് നമ്മൾ കവർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു, ഏത് ബാൻഡേജ് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് 2 സർക്കുലർ ടേൺസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഏത് ടൈപ്പാണോ ആ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ സ്പൈറൽ ആണോ സർക്കുലർ ആണോ എന്നുള്ളത് നമ്മൾ ആഫ്റ്റർ 2 സർക്കുലർ ടേൺസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും 2 സർക്കുലർ ടേൺസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എൻഡ് ചെയ്യുമ്പോഴും 2 സർക്കുലർ ടേൺസ് ചെയ്തിട്ട് എൻഡ് ചെയ്യും. ഇപ്പം 2 സർക്കുലർ ടേൺസ് കഴിഞ്ഞു, ഇനി ഞാൻ ബാൻഡേജ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അത് സർക്കുലർ ആണോ സ്പൈറൽ ആണോ എന്നുള്ളത് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം എങ്ങനെയാണ്, 2/3 നമ്മൾ കവർ ചെയ്യണം അല്ലേ. ഒരു ബാൻഡേജിനെ 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2/3 പോർഷൻസ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഓരോ ബാൻഡേജസും കവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ 1/3 മാത്രമേ നമുക്ക് വിസിബിൾ ആവുന്നുള്ളൂ അല്ലേ. കവർ ചെയ്യുന്നത് കണ്ടോ, 2/3 പോർഷൻ ഉള്ളിൽ പോകുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ബാൻഡേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാൻഡേജ് ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല, ഇത്രയെങ്കിലും ലൂസ് വേണം. ദെൻ എക്സ്ട്രിമിറ്റീസിൻ്റെ മൂവ്മെൻറ്റ്, ഫിംഗേഴ്സൊക്കെ നമ്മൾ മൂവ് ചെയ്ത് നോക്കുക, അങ്ങനെ പേഷ്യൻറ്റിനെ കംഫർട്ട് ആക്കുക. ഓക്കെ, താങ്ക് യു.